24,200 പുട്ട് ഓപ്ഷനാണ്. ഇന്നലെ എടുത്തത് സെലക്ട് വെച്ചിരിക്കുന്നതാണ്. അത് തന്നെയാണ് ഇന്നും രാവിലെ എടുത്തത്. ഓക്കെ, മാർക്കറ്റ് എന്താണ് കുറേ റെസിസ്റ്റൻസ് ഏരിയ എടുത്ത ആ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് എത്തി അല്ലേ. ഇന്നലത്തെ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയും നേരത്തെ ഉണ്ടാക്കിയ റെസിസ്റ്റൻസ് ഏരിയ ഒക്കെ കറക്റ്റായിട്ട് മാർക്കറ്റ് പോയിട്ട് തിരിച്ച് ഓപ്പോസിറ്റ് വരികയാണ്. തിരിച്ച് നമ്മൾ എൻട്രി എടുത്തിട്ടില്ല. ഓക്കെ, വേണ്ട, ഇത്രയേ ഉള്ളൂ. ഇത് 1 മിനിറ്റ് ചാർട്ടാണ്. ഇന്നലത്തെ മാർക്കറ്റിൻ്റെ റേഞ്ച് ബൗണ്ട് മാർക്കറ്റിൻ്റെ ലോയിലാണ് മാർക്കറ്റ് പ്രീ ഓപ്പൺ മാർക്കറ്റ് എന്ന് കാണിച്ചിരുന്നല്ലേ അല്ലേ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം മാർക്കറ്റ് താഴേക്കായിരിക്കാം കൂടുതൽ പോകാൻ സാധ്യത അല്ലേ, അല്ലെങ്കിൽ അവിടെ നിന്ന് സപ്പോർട്ട് എടുക്കണം അല്ലേ. അപ്പോൾ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഫസ്റ്റ് 1 മിനിറ്റിൽ കണ്ടപ്പോൾ തന്നെ കൺഫേം ആണ്. പിന്നെന്താണ് സെൻറ്റിമെൻസും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് അവിടെ ഒരു ലോ ഏരിയ ഉണ്ടല്ലേ. ഇവിടെ ലോ ഏരിയ നേരത്തെ മാർക്കറ്റ് സ്ട്രഗിൾ നിന്ന ഏരിയ, സപ്പോർട്ട് എടുത്ത ഏരിയ, അതാണ് ഇത്. അത് വരച്ചിരുന്നത് കൊണ്ട് നമുക്കവിടെ എന്താണ് ടാർഗറ്റ് കിട്ടി. വേറെ വരകളുടെ ആവശ്യം അവിടെ ഇല്ല, എക്സ്ട്രാ വരയുടെ ആവശ്യം പോകേണ്ട ഏരിയ ആവറേജ് മിക്ക സ്റ്റോക്കുകളുടെയും കാൽക്കുലേറ്റഡ് ഏരിയ ഒരുവിധപ്പെട്ടതൊക്കെ പോയി. പക്ഷേ ഇപ്പോൾ മാർക്കറ്റ് തിരിച്ച് നല്ല ബുള്ളിഷായി പോകാത്തതിൻ്റെ റീസണ് ചില സ്റ്റോക്കുകളൊക്കെ തന്നെ അത് എന്താണ് തിരിച്ച് കയറിയിട്ടില്ല. ഐഡിയ ആണെങ്കിൽ ഇന്ത്യ വിക്സ്, റിലയൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് സ്റ്റോക്കുകൾ കാര്യങ്ങളൊക്കെ അവിടെ ഗ്രേഡ്സൊക്കെ അവിടെ വർക്കൗട്ട് ആവുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്കൊരു കൺഫർമേഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കോൾ ഓപ്ഷൻ എന്നെടുത്തില്ല. ഓക്കെ, മാർക്കറ്റ് വീണ്ടും താഴെ 1-2 എന്താണ് ബാലൻസ് ചെയ്യാനുള്ള ഏരിയ താഴെ ഗെയിൻ ലൈനിൽ വരച്ചിട്ടിട്ടുണ്ടോ. ഇവിടെ ഒന്ന് മാർക്കറ്റ് ചിലപ്പോൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. മാർക്കറ്റ് ചെറിയ സെൻറ്റിമെൻസും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ കൂടുതലാണ്. ഇവിടെ വന്നിട്ട് മാർക്കറ്റ് വീണ്ടും നല്ലൊരു ബുള്ളിഷ് സ്കെയിലിൽ വന്ന് തിരിച്ച് ആൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റീസാണ് ഇനി കൂടുതലുള്ളത്. അതിന് മുകളിലേക്ക് പോകേണ്ടതായിട്ടുള്ള ക്വാണ്ടിറ്റി അവർക്ക് വേണ്ടതുണ്ട്. അപ്പം കുറച്ച് മാർക്കറ്റ് ലോ വന്നാലേ ആ രീതി അനുസരിച്ച് പോകത്തുള്ളൂ. അതനുസൃതമായിട്ട് എന്താണ് കുറച്ച് ഗ്ലോബൽ ന്യൂസുകളും നെഗറ്റീവ് ഇമ്പാക്റ്റുകളൊക്കെ ഉണ്ട്. പക്ഷെ ഓർത്ത് വയ്ക്കുക, മനസ്സിൽ ഓർത്തിരിക്കുക, ഇന്ത്യ 4ാമത്തെ എക്കോണമി ആയതുകൊണ്ട് തന്നെ ഏഷ്യാനും താഴെ പോയാലും നല്ല ബുള്ളിഷായിട്ട് തപ്പന തന്നെ തിരിച്ചു കയറി പോകുമെന്നുള്ളത് ഷുവർ ഷോട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ രാവിലെയുള്ള കാര്യം നമ്മളത് എടുത്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പൊസിഷൻ 3067.50 പൈസ. ഇന്ന് രാവിലെ തന്നെ 9:20 തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 9:27 എന്താ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ 1000 ലോസ് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് 3000 പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. 1:3 എന്ന രീതിയിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇന്നലെ നമുക്ക് പ്രോഫിറ്റിൽ ഇറങ്ങാമായിരുന്നു. പക്ഷേ ഞാൻ പല കാര്യങ്ങളും ഞാൻ നോക്കിയിരുന്നതുകൊണ്ട് നമ്മുടെ പഠിപ്പിക്കാനുള്ള വെബ്സൈറ്റൊക്കെ ഒരു ഫീസ് അടയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒന്ന് നോക്കേണ്ടതുണ്ട്. അങ്ങനെ കറക്റ്റാണോ എന്നൊക്കെ നോക്കേണ്ടതുകൊണ്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കുറേ സമയം അതിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളത് എസ്എല്ലും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ട്, അലാറമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നമ്മളവിടെ ഇതിലൊക്കെ തന്നെ നോക്കിയിരിക്കുന്ന ഇല്ല. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ചില സമയത്തൊക്കെ ഇറങ്ങാനും കയറാനൊക്കെ പറ്റാതെ പ്രോഫിറ്റ് ചെറിയ ലോസൊക്കെ വരുന്നത്. നോ പ്രോബ്ലം, നമ്മളത് തിരിച്ച് പിടിക്കും, ലോസിലൊക്കെ കുറച്ച് വയ്ക്കും, പ്രോഫിറ്റ് കുറച്ച് കൂട്ടി വിടും. ഓക്കെ, അപ്പോൾ നമ്മൾ കൺഫർമേഷൻ കിട്ടിയാലേ അടുത്തൊരു എൻട്രി നമുക്ക് പോസിബിൾ ഉള്ളൂ. ഓക്കെ, സോ വെയിറ്റ് ആൻഡ് സീ. മാർക്കറ്റ് എന്താണ് ഒരു ഫോർമേഷൻ കാണിക്കുകയാണ് അല്ലേ. ഏതാണ് ഈ ഫോർമേഷൻ? ഫോർമേഷൻ ചേഞ്ച് ആകാം, ബട്ട് അല്ലേ, ഫോർമേഷൻ ചേഞ്ച് ആകാം, ബട്ട് എന്നാലും ഒരു ഫോർമേഷനാണ് അല്ലേ. ഇത് എങ്ങോട്ട് പോകേണ്ട ഫോർമേഷനാണ്. ഇതൊക്കെ പഠിക്കട്ടെ, ഈ പാറ്റേണൊക്കെ പഠിച്ചു വയ്ക്കുക. വയ്ക്കുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ അല്ല, ഒരു ട്രേഡ് നമ്മൾ എടുത്തു, ഉടനെ ചാടിക്കയറി ഇവിടെ സപ്പോർട്ട് ഏരിയ ആണ്, ചില കാര്യങ്ങളൊക്കെ മുകളിലോട്ട് പോകുന്നുണ്ട്, ഫോർമേഷൻ ഉണ്ട്, ഹാമ്പർ കണ്ടു എന്നൊക്കെ കഴിഞ്ഞിട്ട് ചാടിക്കയറി എടുക്കരുത്. വെയിറ്റ് ചെയ്യാം, കുറച്ചേരം വെയിറ്റ് ചെയ്തിട്ട് എടുക്കണ്ട. ഇപ്പം മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നത്? പക്ഷേ ഇതൊന്നും ബ്രേക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട് സസ്റ്റെയിൻ ചെയ്യാതെ ചാടിക്കയറി എടുക്കരുത്. ഓക്കെ, പ്രീമിയം എന്താ കാണിക്കുന്നത്?
ഇവിടുത്തെ ഇവിടുത്തെ ചെറിയൊരു സപ്പോർട്ട് ഏരിയയിൽ പ്രീമിയം സപ്പോർട്ട്. അപ്പോൾ ഇത് രാവിലെ ബ്രേക്ക് ചെയ്ത് പോയി എന്ന് കരുതി വാല്യുബിൾ ഇല്ലാതെ ഇല്ല അല്ലേ. അതൊരു പ്രൈസിൻ്റെ റേഞ്ചാണ് 30. അവിടെ എന്താണ് ഇൻഡെക്സിൽ മൂവ് ചെയ്യുന്നുണ്ട് പോകുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് കൺഫർമേഷൻ ഇല്ലാണ്ട് ചെയ്യരുത്. നമ്മൾ പ്രൈസ് കൂടെ മൂവ് ആകാം. ഇവിടെ ഫോർമേഷൻ കണ്ടിട്ട് നമ്മൾ ആ റേഞ്ച് കിട്ടി ബ്രേക്കൗട്ട് നടത്തി താഴെ ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് കറക്റ്റ് ചെയ്യുമായിരിക്കും അല്ലെ. കറക്റ്റ് ചെയ്യുമ്പോൾ മുകളിലേക്ക് എത്തും നമുക്ക് പ്രതീക്ഷിക്കാം. കൺഫർമേഷൻ ഉണ്ടോ? കൺഫർമേഷൻ കിട്ടിയിട്ട് എൻട്രി എടുത്താൽ ഇവിടെ പാറ്റേൺ വന്ന് കറക്റ്റായിട്ടുള്ള പാറ്റേൺ ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ട്. ചെറിയ ടൈം ഫ്രെയിമിൽ ഇത് 3 മിനിറ്റ് ടൈം ഫ്രെയിമാണ്. എന്താണ് പ്രീമിയം പോകുന്നുണ്ട്. അതുപോലെ തന്നെ കാൾ ഓപ്ഷൻ ഉണ്ട്. കാൾ ഓപ്ഷൻ്റെ പ്രീമിയം 25,500 പ്രീമിയമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ കാൾ ഓപ്ഷൻ്റെ പ്രീമിയം കറക്റ്റായിട്ട് എന്താണ് നിങ്ങൾക്ക് ഓർഡർ ബ്ലോക്ക് ഒന്നോ ഡിമാൻഡ് സോണെന്നോ എന്ത് വേണോ പറയാം. 5 മിനിറ്റിൻ്റെ ഡിമാൻഡ് സോണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പോൾ ആ ഏരിയയിലാണ് മാർക്കറ്റ് പ്രൈസ് ഒന്ന് ഡൗൺ ആയിട്ട് നിൽക്കുന്നത്. ഇവിടെ നിന്ന് സപ്പോർട്ട് എടുക്കുമോ ബ്രേക്ക് ചെയ്ത് താഴെ പോകുമെന്നൊക്കെ നോക്കേണ്ടതുണ്ടല്ലേ. ചുമ്മാ ചാടി കയറിയിട്ട് മേടിക്കാൻ പറ്റത്തില്ല. കൺഫർമേഷൻ കിട്ടിയിട്ടെടുക്കാം. ഇടയ്ക്ക് കയറി അയ്യോ അങ്ങോട്ട് പോയിക്കൊടുക്കും ഇവിടുന്ന് സപ്പോർട്ട് എടുക്കുമോ അല്ലെങ്കിൽ താഴെ ബാക്കി പേടിച്ച് എന്താണ് ആക്രാന്തം പൂട്ടിട്ട് എടുക്കണ്ട. നമുക്ക് സമയമുണ്ട്. ബ്രേക്കൗട്ട് സസ്റ്റെയിൻ ചെയ്താൽ മാത്രം എടുത്താൽ മതി അല്ലേ. ഉണ്ടോ ഇവിടുന്ന് ഇങ്ങനൊരു പാറ്റേൺ ബ്രേക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഓടിച്ചാടിക്കയറി എടുത്തു കഴിഞ്ഞാൽ പണി പാളും അല്ലേ. ചിലപ്പോൾ പേടിക്കും, തിരിച്ച് വീണ്ടും എടുക്കും അല്ലേ. റെപ്യൂട്ടേഷൻ വരും. മാർക്കറ്റ് സ്ട്രക്ചറും എല്ലാം തന്നെ ആ സൈഡിൽ നിൽക്കുന്നുണ്ടെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് എടുക്കുന്നതാണ്. അടുത്ത എൻട്രി വെയിറ്റ് ചെയ്തെടുക്കുന്നതാണ് ബുദ്ധി. നമ്മളെ കയ്യിലിരിക്കുന്ന പൈസ നമ്മളെ ഉണ്ടല്ലോ ഇല്ലേ. പേടിക്കേണ്ട, ടെൻഷൻ അടിക്കാതിരിക്കാമല്ലോ. എൻ്റെ അടുത്തൊരു ഓപ്പർച്യൂണിറ്റി വന്നാൽ മാത്രം എടുത്താൽ മതിയല്ലോ. അപ്പം ടെൻഷൻ അടിക്കണ്ടല്ലോ അല്ലേ. പ്രീമിയം കൂടി അല്ലേ. കൂടി ഹൈ കട്ട് ചെയ്ത് കയറി. പക്ഷെ കട്ട് ചെയ്ത് സസ്റ്റെയിൻ ചെയ്തില്ല. കട്ട് ചെയ്ത ക്യാൻഡിൽ എന്താണ് ഒരു ഡോജി പോലെ സൈഡ് വേസ് ക്യാൻഡിലാണ് കാണിച്ചത്. അവിടെ ബോഡി ക്ലോസ് ചെയ്തത് അതിൻ്റെ മുകളിലല്ല. തിരിച്ച് രണ്ടാമത്തെ ക്യാൻഡിൽ കയറി പോയിട്ട് തിരിച്ച് റിവേഴ്സിൽ വന്നിട്ടുണ്ട്. അത് റീടെസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. പക്ഷേ ഇവിടെ നിന്നൊരു ബ്രേക്കിംഗ് കിട്ടിയാലേ അടുത്തൊരു എൻട്രി നമുക്കുള്ളൂ. ഓക്കെ, മാർക്കറ്റ് ഇവിടെ പാറ്റേണൊക്കെ ബ്രേക്ക് ചെയ്ത് താഴെ വന്നു. പക്ഷെ താഴെ ചെറിയൊരു നേരത്തെ ഉള്ള ഒരു ഏരിയ അവിടെ ചെറിയൊരു സപ്പോർട്ടായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നേരത്തെ സപ്പോർട്ട് എടുത്ത ഏരിയ മാർക്കറ്റ് താഴേക്ക് ഇറങ്ങിയ ഏരിയ ഇവിടെ വന്നിട്ട് റീടെസ്റ്റ് എടുത്ത ഏരിയ ഒക്കെ ഉള്ളത് കൊണ്ട് അവിടെ മാർക്കറ്റ് പലരും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, അതുണ്ടാവാം. ഓക്കെ, മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു വലിയ ഏരിയ അല്ല. ഇന്നലത്തെ ഈ ഒരു സ്ട്രഗിൾ ഏരിയ വലിയ ഏരിയയാണ്. അവിടെയാണ് കൂടുതൽ പ്രൈസ് കൂടുതൽ സമയവും നിന്നത് അല്ലേ. അതുകൊണ്ട് മാർക്കറ്റ് അവിടെ നിന്ന് താഴെ ലോയിലാണ് ഓപ്പൺ ചെയ്ത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ട് തന്നെ എടുക്കും അല്ലേ. മാർക്കറ്റിൽ ഇന്നത്തെ ഗ്യാപ്പ് ഇന്ന് ഫില്ലിങ് കൺസെപ്റ്റ് എന്ന രീതിയിലൊക്കെ ആൾക്കാർ എടുത്തിട്ടുണ്ടാകും. അപ്പോൾ അതാണ് ഫസ്റ്റ് മൂവ്മെൻറ്റിൽ തന്നെ 15 മിനിറ്റിൽ തന്നെ കാര്യം. 15 മിനിറ്റിലല്ല 5 മിനിറ്റിൽ തന്നെ കാര്യമായി അല്ലേ. 10 മിനിറ്റ് 5ൻ്റെ 2 ക്യാൻഡിൽ കൊണ്ട് ടാർഗറ്റ് ഹിറ്റ് ചെയ്താൽ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഓക്കെ.